ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രീറ്റിംഗ്സ് ദ മാച്ച്ലെസ് നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു എവരിവൺ. കഴിഞ്ഞ ആഴ്ച ദൈവം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അല്പസമയത്തെ ഒരു ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ സ്വനം പ്രാപിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 10 verse 10. The thief does not come except to steal and to kill and to destroy. I have come that they may have life and that they may have it more abundantly. നമ്മൾ വായിച്ച വേദപ്രകാരമാണ്, മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. The verse we read says that the thief does not come except to steal and to kill and to destroy. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും But I have come that they may have life, സമൃദ്ധിയായി ഉണ്ടാകുവാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നു. and that they may have it more abundantly. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വന്നത് നമുക്കൊരു സമൃദ്ധിയായ ജീവൻ തരാനാണ്. This morning we have to believe that Jesus came here so that we can have abundant life. നമുക്ക് ഈ ലോകത്തിലെ ജീവിതമൊന്നും സമൃദ്ധിയായിട്ടുള്ള ജീവിതമല്ല. The life that we have in this world is not abundant. ഈ ലോകത്തിലെ ജീവിതം നിരാശ നിറഞ്ഞ ജീവിതമാണ്. The life that we have here is full of sorrows. നമ്മളെ ഒത്തിരി പണം നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ മാറ്റത്തില്ല. A lot of money in our lives will not remove this sadness. ഈ ലോകത്തിലെ എന്റർടൈൻമെന്റുകൾ നമ്മുടെ നിരാശകൾ മാറ്റത്തില്ല. The entertainment of this world will not remove our sorrows. ഈ ലോകത്തിലെ സന്തോഷങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭയത്തെ മാറ്റത്തില്ല. The joys of this world will not remove the fear that you have. താൽക്കാലികമായി നമ്മൾ അഭയം തേടുന്ന സകല സന്തോഷങ്ങളും നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കത്തില്ല. All the temporary places where we seek joy will not lead us to peace. ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, While I was meditating on this word, ഞാൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോകാനിടയായി തീർന്നു. I came to Genesis chapter 1. ആമേൻ. നാം എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. It says that we are all God's creatures. ആമേൻ. നമ്മളെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിന്റെ ഇമേജിലാണ്. And God has created us in His image. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മക്കളാണ്. We are created in His likeness. ആമേൻ. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത്. In the Garden of Eden, God created Adam like that. അതുകൊണ്ട് ആ ദൈവിക സ്വഭാവം സകല മനുഷ്യരിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So God desires for His divine character to be in every human. ആമേൻ. എവിടെയാണ് നമുക്ക് ഈ ദിവ്യ സ്വഭാവം നഷ്ടപ്പെട്ടത്? And where have we lost His divine character? അത് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതാണ്. And that has been lost in the Garden of Eden. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 1-2 വചനങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. We read a few verses in Genesis chapter 1. അതിൻ്റെ 1-ന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 verse 26. Then God said, "Let us make man in our image, according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over all of the earth, and every creeping thing that creeps on the earth." ഈ വാക്യം വായിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? What have we understood from reading this verse? ആമേൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിന്മേലും വാഴുവാനാണ്. It means that God has created man so that he can have dominion over everything. അങ്ങനെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, So in verse 27 we read, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. God created man in His own image. അപ്പം നമുക്ക് ദൈവത്തിന്റെ സ്വരൂപമുള്ളവരാണ്. So we have the image of God. ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ സ്വരൂപമുള്ളവരാണ്. Every human being on this world has the image of God. ആദാമിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സ്വരൂപമുള്ളവരാണ്. Every human born of Adam has the image of God. ആമേൻ. എന്നാൽ ഈ സ്വരൂപം നഷ്ടപ്പെട്ടു പോയി. But we have lost this image. ആമേൻ. ആദാം ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് സ്വരൂപം നഷ്ടപ്പെട്ടു പോയി. Because Adam sinned in the Garden of Eden and he showed disobedience, he lost this image. ആമേൻ. സാത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം നഷ്ടപ്പെടുത്തുവാനാണ്. The reason Satan deceives human beings is so that they can lose the image of God. നമുക്ക് തന്ന അധികാരത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. Satan made us to lose the authority that we received. സകല മാനവ ജാതികളുടെ മേലും വാഴുവാനുള്ള അധികാരത്തെ ഏദൻ തോട്ടത്തിൽ സാത്താൻ നഷ്ടപ്പെടുത്തി.
the authority to rule over everything we have lost through Satan in Garden of Eden. ആമേൻ. ആ അധികാരം തിരിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത്. But to restore that authority back to us, Jesus came into this world. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ ഇപ്രകാരം നാം വായിക്കുന്നു. When Apostle Paul writes in Philippians, we read in this manner, അവൻ ദൈവരൂപത്തിലിരിക്കെ, though he was in the form of God, ആമേൻ ഹല്ലേലൂയ സ്തോത്ര, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, he did not consider to grasp to be equal with God, ആമേൻ മനുഷ്യനായി വിളങ്ങി, but being in the likeness of man, ഒരു സാധാ സെർവന്റിന്റെ രൂപമെടുത്ത്, and taking the form of a bond servant, ഒരു ദാസ രൂപമെടുത്ത്, taking the form of a servant, ആമേൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ, and he went to the cross, ആമേൻ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. and he was crucified there. ആമേൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. Jesus was crucified there for us, ആമേൻ. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക്, so that whoever believes in him, ആമേൻ ഈ രക്ഷ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. God is giving this salvation as a promise. ഈ ജീവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. He is giving this life as a promise, ആമേൻ. അവൻ വിശ്വസിക്കുന്നവർക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടായി. that whoever believes in him will have abundant life. ആമേൻ. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും പിന്നെ കൊല്ലുവാനും അറക്കുവാനും മുടിക്കുവാനുമാണ്. The thief comes to kill and to steal and to destroy. ആമേൻ സ്തോത്രം. എന്താണ് സമൃദ്ധിയായ ജീവൻ? So what is this abundant life? ആമേൻ സ്തോത്രല്ലിയ. സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്ന ചില പ്രോസ്പെരിറ്റി തിയോളജിക്കാർ പ്രസംഗിക്കുന്നത് ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. Many people of the prosperity theology, they say that the abundant life is of the world's wealth. ഈ ലോകത്തിലെ ഒരു അനുഗ്രഹങ്ങളും ഈ സമൃദ്ധിയായ ജീവന്റെ ഭാഗമല്ല. But this abundant life is not about the wealth of this world. ആമേൻ. നമുക്ക് വലിയ വീട് ലഭിക്കുന്നത് സമൃദ്ധിയായ ജീവനാണോ? Is receiving a big house a part of abundant life? നമുക്കൊരു നല്ല കാർ ലഭിക്കുന്നത് സമൃദ്ധിയായ ജീവന്റെ ഭാഗമാണോ? Is getting a good car part of abundant life? ആമേൻ. നമ്മുടെ ബാങ്കിൽ ഒത്തിരി കോടികളുടെ ബാലൻസ് ഉള്ളത് സമൃദ്ധിയായ ജീവന്റെ ഭാഗമാണോ? If we have millions in our bank account, does that mean that we have abundant life? നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് വീട് വേണം, When we live in this earth, we need a house, കാർ വേണം, we need a car, പൈസ വേണം, we need money, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. we need all of this. അത് ഇതിനെല്ലാം ഒരു പീരീഡ് ഉണ്ട്. And there's a period for all of this. ഇത് മോശ പറയുന്നു, 90-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു. And Moses says in Psalm 90, ഒരു മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80 വർഷമാണ്. that a man's age may be 70 or even 80 years. അതിന്റെ പ്രതാപം എന്ന് പറയുന്നത് പ്രയാസവും ദുഃഖവുമാണ്. And the big portion of it goes in sadness. അത് വേഗം തീർന്നു പോകുന്നതാണ്. And it will be over soon. മോശ പറയുന്നു, ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകുവാൻ ഇടയായിത്തീരും. And Moses says, we'll fly away from here soon. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. The life here on this earth is temporary. ആമേൻ. ഈ ഭൂമിയിലെ ജീവിതം നിരാശ നിറഞ്ഞ ജീവിതമാണ്. The life that we have here is full of sadness. യേശുവിനെ കൂടാതെയുള്ള ജീവിതം നിരാശയുള്ള ജീവിതമാണ്. A life without Jesus is full of sadness. യേശുവിനെ കൂടാതെയുള്ള ജീവിതം നിങ്ങൾ ഭയത്തിന്റെ അടിമകളാണ്. A life without Jesus is you will be slave of fear. യേശുവിനെ കൂടാതെയുള്ള ജീവിതം നിങ്ങളുടെ ആകുല ചിന്ത നിറഞ്ഞ ജീവിതമാണ്. In life without Jesus you will be full of anxiety. ഞാൻ ഈ സമയം ഒരു ദുബായിലെ പ്രമുഖ വ്യവസായിയെ ഞാൻ ഓർക്കുന്നു. At this time I'm remembering a businessman back in Dubai. കൊറോണയുടെ സമയമായപ്പോൾ, In the time of the COVID pandemic, ഈ മനുഷ്യൻ ധാരാളം ധനമുള്ള ഒരു വ്യവസായിയായിരുന്നു. he was a wealthy businessman. കേരളത്തിൽ അദ്ദേഹത്തിന്റെ വീട് 100 കോടിയുടെ വീടാണ്. Back in Kerala he had a 100 crore house. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പൈസയുണ്ട്. He had a lot of money with him. നല്ല വാഹനമുണ്ട്. He had a lot of എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. he had every comfortable thing for him. പക്ഷെ ഒരു ദിവസം മനുഷ്യത്വം നഷ്ടപ്പെട്ടു. But one day he lost his peace. അദ്ദേഹം 10ാം നിലയിൽ നിന്ന് എടുത്തിയാടി സൂയിസൈഡ് ചെയ്യാനിടയായി. And he suicided jumping off a 10th floor. ഇന്ന് പകൽക്കാലം നാം എന്താണ് ഇത് കൂടെ മനസ്സിലാക്കുന്നത്? What do we understand from that? നമ്മുടെ പൈസയോ നമ്മുടെ ധനവും നമ്മുടെ ജീവനെ രക്ഷിക്കുകയില്ല. That our money and our wealth will not save our life. നിങ്ങൾക്കറിയാം, തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത 4000 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. We know that the former chief minister of Tamil Nadu had a lot of wealth with her. ഒരു ചെറിയ വൈറസ് അവരുടെ ജീവനെടുക്കുവാനിടയായി തീർന്നു. But a small virus came and took her life. ഒരിക്കലും അവരുടെ സമ്പത്ത് അവരുടെ ജീവൻ രക്ഷിക്കുവാനിടയായി തീർന്നില്ല. And her wealth could not save her life. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, But when we read the Gospel of Luke, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, a woman with the issue of blood, ഈ ലോകത്തിലെ സകലധനവും വിറ്റഴിച്ച് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടും she used all her wealth for her treatment, അവർക്ക് സൗഖ്യമായില്ല. but still she was not healed. എന്നാൽ അവർ യേശുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ, But when she came to Jesus, യേശുവിന്റെ വസ്ത്രത്തെ തൊങ്ങൽ തൊട്ടപ്പോൾ, when she touched the hem of his അവർ robe, സൗഖ്യമാകുവാനിടയായി തീർന്നു. she became healed. ഈ ലോകത്തിലെ സകലധനത്തിനേക്കാളും More than the wealth of this world,
ആമേ യേശുവിന്റെ ധനം അപ്രമേയ ധനമാണ്. The wealth of Jesus is greater than that. അവന്റെ അടുക്കൽ വരുന്നവർക്കാണ് സമൃദ്ധിയായ ജീവനുള്ളത്. Whoever comes to him has the abundant life. അവന്റെ അടുക്കൽ വരുന്നവർക്കാണ് ഭയമില്ലാത്ത ജീവിതമുള്ളത്. And whoever comes to him has no fear in this life. അവന്റെ അടുക്കൽ വരുന്നവർക്ക് നിരാശയില്ലാത്ത ജീവിതമാണ്. Whoever comes to him does not have sadness in this life. നിങ്ങളുടെ പൈസ ഒരിക്കലും നിങ്ങളുടെ നിരാശയെ മാറ്റത്തില്ല. Your money will not take away your sadness. നിങ്ങളുടെ ഈ ലോകത്തിലെ ഒരു സുഖ സൗകര്യങ്ങളും ആമേൻ നിങ്ങളെ നിത്യതയിലേക്ക് നയിക്കത്തില്ല. No comfortable situation will not lead you to eternity. ഇന്ന് പകൽക്കാലം നമുക്ക് യേശുവിലേക്ക് മടങ്ങി വരാം. But we have to return back to Jesus. അവനാണ് നമ്മുടെ വാതിൽ. He is the door. ആമേൻ ഈ ലോകത്തിൽ രണ്ട് വാതിലുകളെ കാണിക്കുന്നു. In this world we see there are two doors. ഒരു വാതിൽ വളരെ വിശാലമാണ്, അത് ലോകമാണ് നമ്മളെ കാണിക്കുന്നത്. This door and this gate is very wide. എന്നാൽ ഒരു വാതിൽ അത് യേശുവാണ്. But the other gate there is Jesus. എന്നാൽ ഈ വാതിലിനകത്തൂടെ കടക്കുന്നവൻ രക്ഷപ്പെടാനിടയായിത്തീരും. And whoever goes through that gate will be saved. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും. And he will go in and he will go out. അവൻ അകത്ത് വന്നിട്ട് പുറത്ത് മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാനിടയായിത്തീരും. And after he goes in, he will be seeking great pastures. നോഹയുടെ പെട്ടകത്തിന് ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. For the ark of Noah, there was only one door. ആമേ ആ ഒറ്റ വാതിൽ കൂടെയാണ് എല്ലാ 8 പേരും രക്ഷ പ്രാപിച്ചത്. And through that one door, all 8 people were saved. ആമേൻ വെള്ളപ്പൊക്കം തീർന്നപ്പോൾ And when the flood was over, ആ 8 പേരും വാതിലിന് പുറത്തിറങ്ങി. and those 8 people came out of the door. അവർക്ക് ദൈവം പിന്നീട് ഒരു ജീവൻ നൽകുവാനിടയായിത്തീർന്നു. And God gave them a life after. ആമേൻ അതൊരു നമുക്കൊരു സാദൃശ്യമായി കാണിക്കുന്നു. And it's showing as a symbol to us. ഇന്ന് പകൽക്കാലം നമുക്ക് യേശു ആകുന്ന വാതിലിന് അടുത്തേക്ക് വരാം. And we have to come close to the Jesus who is the gate. നമുക്ക് അതിനകത്തൂടെ കടന്നു പോകാം. We have to go through him. ആമേൻ സാത്താന്റെ പരിപാടി നമ്മളെ നമ്മളെ മുടിപ്പിക്കാനാണ് അവൻ വരുന്നത്. The work of the devil is to destroy us. ആമേൻ അതുകൊണ്ട് വലിയ വാതിലുകളൊക്കെ നമ്മളെ കാണിക്കും. And he will show us many big doors. ആമേൻ ഇത് സന്തോഷത്തിന്റെ വഴിയാന്നൊക്കെ പറയും. And he will show us that this is the way of happiness. ഇതാണ് സമാധാനം എന്നൊക്കെ He പറയും. will show this is peace. ഒരിക്കലും ഉണ്ടാകയില്ല. But that will never happen. ആമേൻ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. We read in 1 John chapter 5 ആമേൻ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. that the whole world is under the sway of the wicked one. ആമേൻ അവൻ ഇരുട്ടിന്റെ അധികാരിയാണ്. And he is a ruler of darkness. ആദ്യം നമുക്ക് അറിയത്തില്ല. First we will not know that. ആമേൻ അവൻ നമ്മളെ He വഞ്ചിക്കുവാനിടയായിത്തീരും. will be able to deceive us. ആമേൻ അവയെ അവൻ ഉപായത്താൽ ചതിക്കുകയായിരുന്നു. Just as he deceived Eve. ആമേൻ അവൻ മോഹങ്ങൾ ഇട്ട് കൊടുത്തവനെ വഞ്ചിച്ചു He കളയുവാനിടയായിത്തീരും. will put desires and he will deceive them. ആ അവയ്ക്ക് മനസ്സിലായില്ല ഈ പഴം കഴിച്ചാൽ അവൾ വഞ്ചിക്കപ്പെടുമെന്ന്. And Eve didn't understand that if she ate the fruit she will be deceived. ആ പഴം കണ്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമാണ്, നല്ല സുന്ദരമാണ്, അത് ആകർഷണീയമാണ്. The fruit will appear delicious and pleasant to her eyes. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നമ്മളെ ആകർഷിക്കുന്നതാണ്. The things of this world will attract us അത് നമ്മുടെ ജീവനിൽ നിന്ന് and വഴിതെറ്റിക്കുന്നതാണ്. will take us away from life. ആദ്യം നമുക്കത് മനസ്സിലാകത്തില്ല. First we may not understand that. കുറച്ചു കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴാണ് But when we begin to go we will understand. ഇത് അപകടകരമായ വഴിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. Then we will understand it's a dangerous path. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപക്ഷെ തിരിച്ചു വരുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. And then we may not be able to come back. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാനാണ് വാതിൽ. But today the Lord is saying that I am the door. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. That he who comes through me will be saved. അവന് അബണ്ടൻസ് ലൈഫ് ലഭിക്കുവാനിടയായിത്തീരും. And he will have a life of abundance. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ അത്രേ വന്നിരിക്കുന്നത്. Jesus said, I have come to give you the abundant life. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിൽ യേശു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവനില്ല. Even if you have everything in this world, if you don't have Jesus, you don't have അതുകൊണ്ടാണ് life. ആ പ്രമുഖ വ്യവസായി ദുബായിലെ 10ാമത്തെ നിലയിൽ എടുത്തിയാടി മരിക്കുവാനിടയായി തീർന്നു. That is why that businessman suicided. അവൻ ഈ ലോകത്തിലുള്ള എല്ലാം ഉണ്ടായിരുന്നു. He had everything in this world. പക്ഷേ അവന്റെ ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു. But he didn't have peace in his life. അവൻ നിരാശ He നിറഞ്ഞവനായിരുന്നു. was full of sadness. ഇന്ന് പകൽക്കാലം ലോകത്തിലെ വസ്തുക്കളെ നോക്കി നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യണ്ട. We should not journey in this life looking at നമ്മൾ others. യാത്ര ചെയ്യേണ്ട യേശുവിനെ നോക്കിയാണ്. But we have to look at Jesus. യേശുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ And when you give your life to Jesus, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുക്കുവാനിടയായി and he will take care of your things. നിങ്ങൾക്ക് ഭവനം ആവശ്യമാണ്, അവൻ ഭവൻ തരുവാനിടയായി. If you need a house, he will give you that. ഈ ലോകത്ത് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകളെ വിസയൊക്കെ നമുക്ക് ദൈവം തരും. And God will give us all the documents, all the visa that we need. പിആറിന്റെ വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, തക്ക സമയത്ത് അവൻ പിആർ ഒരുക്കുവാനിടയായി. If you're having burden about your PR, God will prepare that in the right ഡ്രൈവിംഗ് time. ലൈസൻസിന്റെ വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, തക്ക സമയം ഡ്രൈവിംഗ് ലൈസൻസ് തരും. And if you have a problem about your driving license, God ഇതൊക്കെ will നിങ്ങളുടെ prepare that for ആവശ്യമാണ്, you. ദൈവത്തിന് അറിയാം. God knows that these are your needs. വീടിന് വേണ്ടിയാണോ ഭാരപ്പെടുന്നത്, തക്ക സമയത്ത് അവൻ വീട് നമുക്ക് തരും. If you're burdened about a house, God will give you in the right time. നമ്മുടെ ലക്ഷ്യം അതൊന്നല്ല, നമ്മുടെ ലക്ഷ്യം യേശുവാണ്. But our aim is not that. Our aim is Jesus. അവനാണ് ജീവൻ, And he is life. അവനിലാണ് സമൃദ്ധി ഇരിക്കുന്നത്. And abundance is within him. അവനാണ് നമ്മുടെ സമാധാനം, And he is our peace. അവനാണ് നമ്മുടെ സന്തോഷം. And he is our joy. ഹല്ലേലൂയ. അവൻ നമ്മുടെ വെളിച്ചമാണ്. And he is our light. ഞാൻ എൻ്റെ വാക്കുകൾക്ക് പെട്ടെന്ന് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. സമയം നമുക്ക് 9:30 ആയല്ലോ. ഒരു 1-2 വാക്യം കൂടെ പെട്ടെന്ന് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്താണ് ജീവൻ എന്ന് പറയുന്നത്? ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 4. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം.
അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. In him was life, and the life was the light of man. ആമേൻ. ഇപ്പൊ യേശു നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ വെളിച്ചം So ഉണ്ടാകുവാനിടയായി. when Jesus comes to our life, we will have light. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഇരുട്ടിന്റെ മണ്ഡലം ഉണ്ടെങ്കിൽ യേശുവിന് വേണ്ടി നിങ്ങളുടെ വാതിൽ തുറന്നു കൊടുത്താട്ടെ. Today, if you have a darkness in your life, open the door to Jesus, ആമേൻ. നിങ്ങളുടെ നിരാശകൾ മാറുവാനിടയായിത്തീരും. and then your sadness will be gone. നിങ്ങളുടെ ചിന്താഭാരങ്ങളെ യേശു ഏറ്റെടുക്കുവാനിടയായിത്തീരും. Then Jesus will take over your thoughts. അതുകൊണ്ട് കർത്താവിന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. So Jesus said, whoever labors, come to me, I will give you rest. നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് യേശുവിനെ വിശ്വസിച്ചാട്ടെ. You have to believe in the Lord Jesus. കർത്താവിന്റെ ഇന്നത്തെ പ്രബോധനത്തിൽ പറഞ്ഞു, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. Today in the exhortation we heard, we said we have to believe in the Lord. കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം, ഹല്ലേലൂയ, അതൊരു സമൃദ്ധിയായ ജീവിതമായി മാറുവാനിടയായിത്തീരും. And when we believe in the Lord, we'll have a life, abundant life. ഒരു മരണമില്ലാത്ത ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനിടയായിത്തീരും. And that will lead us to a life of no death. നാം ഇവിടെ മരിച്ചാലും നമുക്ക് ജീവൻ ഉണ്ടാകുവാനിടയായിത്തീരും. And even if we die here, we will have life. നമ്മുടെ ശരീരം ഒരു നിമിത്തം പാപനിമിത്തം മരിക്കേണ്ടെങ്കിലും നമ്മൾ വസിക്കുന്ന ആത്മാനിമിത്തം നീതിനിമിത്തം ജീവനായിത്തീരും. Though because of sin our body has to die, but because of the Spirit we will live. ഈ ആമേൻ ആദാമിനെ എന്തോട് സൃഷ്ടിച്ചത്? അവന് ഹല്ലേലൂയ മരണമില്ലാത്തൊരു ജീവിതമായിരുന്നു ദൈവം കൊടുത്തിരുന്നത്. When God created Adam in the garden, he created him with a life with no death. അതുകൊണ്ട് ദൈവം നേരത്തെ പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. So God said to him that the day you eat of it, you shall die. അവന്റെ ശാരീരിക മരണമല്ല ദൈവം ഉദ്ദേശിച്ചത്. God did not mean his physical death then. ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷേ അവൻ അവിടെ വെച്ച് അവന് മരണമേൽക്കുവാനിടയായി തീർന്നു. And he was able to receive death then. ഹല്ലേലൂയ സ്തോത്രം. അവൻ ശരീരത്തിൽ അവന് മരണം നേരിട്ടില്ല. But he didn't receive death in his body. ഹല്ലേലൂയ. നോഹ 900 വർഷം ജീവിച്ചിരുന്നു. Noah lived for 900 plus years. അന്ന് 900 വർഷം ശേഷമാണ് നോഹ മരിക്കുന്നത്. And after such years he died. ഹല്ലേലൂയ. പക്ഷേ നോഹ നോഹയല്ല, ആദാം മരിക്കേണ്ടവനായിരുന്നില്ല. And Adam was a person who shouldn't die. ഹല്ലേലൂയ സ്തോത്രം. ആദാം അവിടെ ഹല്ലേലൂയ സ്തോത്രം മരിക്കുവാനല്ല ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത്. God did not create him so that he can die. അവന്റെ പാപനിമിത്തമാണ് ആ ശരീരത്തിൽ മരണം വന്നത്. But because of his sin he had to die in his body. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനെല്ലാം പാപത്താൽ മരിക്കും ഈ ലോകത്തിൽ. So all humans in this world will die because of sin. അവന്റെ ഈ ആയുസ് വളരെ ചുരുക്കമാണ്. So the life that we have here is very short. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ അടുക്കലേക്ക് വന്നാട്ടെ. But we have to come close to the Lord. നമുക്ക് സമൃദ്ധിയായ ഒരു ജീവനുണ്ട്. There is an abundant life. പിശാച് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാനാണ് The ആഗ്രഹിക്കുന്നത്. devil decides to destroy your life. അവൻ പല വഴികൾ പല ഉപായത്തിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോയി ചതിച്ചു കളയുവാനിടയായി തീരുന്നു. And through many deceits he will try to deceive അവൻ you. നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുവാനിടയായി തീരും. And then he will destroy you. ദൈവം തന്നിരിക്കുന്ന നന്മകളെ അനുഭവിക്കുവാൻ ഹല്ലേലൂയ അവൻ നമ്മൾ സമ്മതിക്കുകയില്ല. He will destroy your health and your goods. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുവാനിടയായി He will തീരും. create financial difficulties and bring sadness അങ്ങനെ into your നമ്മുടെ life. ലൈഫ് അവൻ മോഷ്ടിക്കുവാനിടയായി And തീരും. then he will steal our life. എന്നാൽ കർത്താവിങ്കലേക്ക് വന്നാട്ടെ. But when we come to the Lord, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരമുണ്ടാകുകയില്ല. there will be no sadness if you have no money. നിങ്ങൾക്ക് വീടില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടത്തില്ല. If you have no house, there will be no fear. നിങ്ങൾക്ക് PR ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടത്തില്ല. You won't be burdened even if you have no നിങ്ങൾക്ക് PR. ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടത്തില്ല. Even if you have no license, you will not be കാരണം burdened. എന്റെ യേശു എനിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കുന്ന ദൈവമാണ്. Because Jesus is a God who fulfills all things. ഞാൻ അവന്റെ പൈതലാണ്. And that I am his child. അതുകൊണ്ട് ഈ വാതിൽ കൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കത്തുള്ളൂ. So only through this door I ഈ will travel. കർത്താവിനെ മാത്രമേ ഞാൻ So വിശ്വസിക്കുകയുള്ളൂ. only in this Lord I will believe. ആമേ. അതുകൊണ്ട് കർത്താവ് നമുക്ക് നിത്യജീവൻ തരുവാൻ ആഗ്രഹിക്കുന്നു. And so the Lord decides to give us eternal ആമേ. life. കർത്താവിന്റെ അടുക്കലേക്ക് വന്നാൽ നിത്യജീവൻ ഉറപ്പാണ്. And when you come to the Lord, eternal life is for sure. യോഹന്നാൻ 17:1 നമ്മൾ ഇപ്രകാരം വായിക്കും. 1-2 പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് നിത്യജീവൻ? ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 1-2 പെട്ടെന്ന് വായിച്ചാട്ടെ. 17:1-2 പെട്ടെന്ന്. എന്താണ് നിത്യജീവൻ? And this is eternal life, that they may know you, the only true God, and Jesus Christ, whom you have sent. ഏകസത്യത ദൈവമായ നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടത് സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് നമുക്ക് ഈ അബണ്ടൻസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്ന നിത്യജീവനാണ്. അത് കൊടുക്കാനാണ് കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യനായി വന്ന് കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. Here we see that the abundant life is the eternal life which Jesus decided to give us, and to give us that he came to this world and lived as a normal man and died for us. അത് എന്താണ് നിത്യജീവൻ? നിങ്ങൾ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ.
And what is eternal life? Eternal life is knowing God and the Lord Jesus Christ. യേശു ഭൂമിയിൽ വന്നതിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ആണ് നിത്യജീവന്റെ അവകാശികളായി തീരുന്നത്. And when we know that Jesus came into this world, that is when we have the eternal life. യേശു ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് നിത്യജീവന്റെ തുടക്കമായി തീരുന്നത്. And when you have the understanding that Jesus came into this world for me, that is when you have the eternal life. യേശു ഈ ഭൂമിയിൽ വന്നത് എന്റെ പാപത്തെ മോചിപ്പിക്കാൻ തിരിച്ചറിവാണ് എനിക്ക് നിത്യജീവന്റെ ആ അവകാശിയായി തീരുന്നത്. When you have the understanding that Jesus came to deliver me from sin, that is when you become inheritors of eternal അത് life. വിശ്വസിക്കുമ്പോഴാണ് ഈ രക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. And when you begin to believe that, you will enter into the അത് salvation. വിശ്വസിക്കുമ്പോഴാണ് ഈ സമൃദ്ധിയായ ജീവൻ കടന്നു And വരുന്നത്. when you begin to believe that, you will have the abundant life. അത് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടുകൾ മാറുവാനിടയായി And when you begin to believe that, the darkness will leave your life. നിങ്ങളുടെ നിരാശകൾ മാറുവാനിടയായി തീരും. All your sadness will leave. നിങ്ങളുടെ ആകുല ചിന്തകൾ മാറുവാനിടയായി തീരും. All your anxieties will leave. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുവാനിടയായി All തീരും. your troubles will leave you. അവൻ നിങ്ങളെ മഹത്വത്തോടെ നടത്തുവാനിടയായി തീരും. And he will lead you with glory. നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. And there will be signs and wonders in your house. നിങ്ങളുടെ ഭവനത്തിൽ വീര്യപ്രവൃത്തി നടക്കുവാനിടയായി There will തീരും. be miracles in your house. നിങ്ങളുടെ ചുറ്റുവട്ടവും നടക്കുവാനിടയായി തീരും. And it will happen in your surroundings. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നടക്കുവാനിടയായി And it തീരും. will happen on your children. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കാമോ? And today we have to submit ourselves to God. നമ്മൾ ജീവനിലധികമായി വാഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And God desires for us to reign in life. അല്ലെങ്കിൽ ഈ താൽക്കാലികമായ ഭൂമിയിലുള്ള ജീവിതത്തെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. And it is not talking about the temporary life in this ഒരു world. നിത്യമായ ജീവൻ നമുക്ക് തന്നിട്ടുണ്ട്. But he has given us an eternal life. അവനോട് കൂടെ വാഴുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. He has created us to reign with him. ആമേ, ആ വാഴ്ച നമുക്ക് ദൈവം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. And God desires to give us that authority back. ഹാലലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഒരു പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. And with none of our works, we will not be able to please God. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. Only you have to believe. നിങ്ങളുടെ വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. And your faith pleases God. നിങ്ങളുടെ നേർച്ചകളോ കാഴ്ചകളോ ഓഫറിങ്ങുകളോ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കത്തില്ല. All your vows and your offerings will not please God. നിങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ആ രക്ഷ അനുഭവം എന്ന് പറയുന്നത്. And the experience of salvation is when you have grateful heart and you ഇന്ന് പകൽക്കാലം ഈ സമൃദ്ധിയായ ജീവൻ വേണമെങ്കിൽ ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. let us submit ourselves so that we can receive this. നാം യേശുവിന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാം. If we have strayed away from Jesus, let നാം us return. ദൈവത്തിന്റെ സ്വരൂപമാണ്. We are created in the image of നാം God. ദൈവത്തിന്റെ ഇമേജ് ആണ്. We have the image of God. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. So let us return to God. നമ്മൾ ജീവനിൽ അധികം വാഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires for us to reign in life. മരണമില്ലാത്തൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God desires for us to live into a life of no death. എന്തോ നഷ്ടപ്പെട്ട സമൃദ്ധിയായ ജീവൻ നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires to give us the abundant life which ഇന്ന് we lost in പകൽക്കാലം life. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. And let us pray, submitting ourselves in God.